കേരള നിയമസഭയിൽ ഇന്ന് അരങ്ങേറിയത് സമാനതകളില്ലാത്ത പ്രതിഷേധ നാടകങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ ചൊല്ലിയുള്ള പ്രതിപക്ഷത്തിന്റെ കടുത്ത നിലപാടിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായി. സഭാ നടപടികളുമായി ഒട്ടും സഹകരിക്കില്ലെന്ന കർക്കശ നിലപാടിലായിരുന്നു UDF. സഭയുടെ ശൂന്യവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ പോരാട്ടം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചും സ്പീക്കർ AN ഷംസീറിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടും ആഞ്ഞടിച്ച സതീശൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉന്നതരെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടെന്നും അന്വേഷണം അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം സഭയിൽ വിളിച്ചു പറഞ്ഞു. ശബരിമല മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയും ദേവസ്വം പ്രസിഡന്റിനെതിരെയും കർശന നടപടി വേണമെന്ന ആവശ്യത്തിൽ VD സതീശൻ ഉറച്ചുനിന്നു. ഈ ഭരണവുമായി സഹകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന വികാരം അദ്ദേഹം പങ്കുവച്ചതോടെ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം നടുത്തളത്തിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കാണാനായത്. PK ബഷീർ, നജീബ് കാന്തപുരം, അൻവർ സാദത്ത്, PC വിഷ്ണുനാഥ് തുടങ്ങിയ നേതാക്കൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി കടുത്ത മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ചില അംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തെത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചതോടെ സ്പീക്കറുടെ സുരക്ഷയ്ക്കായി വാച്ച് ആൻഡ് ഗാർഡുമാർക്ക് വലയം തീർക്കേണ്ടി വന്നു. സ്വർണ്ണക്കൊള്ളയെ പരിഹസിച്ചുകൊണ്ട് സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന പാരഡി ഗാനം സഭയിൽ പ്രതിധ്വനിച്ചു. ഇതിനെതിരെ മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തിയെങ്കിലും പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുങ്ങിപ്പോയി. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പൂർണ്ണമായും വിയർപ്പിക്കുന്ന അന്തരീക്ഷമായിരുന്നു സഭയ്ക്കുള്ളിൽ. ഇത്രയും കാലം അധികാര കസേരയിൽ ഉറച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്നൊരക്ഷരം പോലും പറയാൻ പ്രതിപക്ഷം അവസരം നൽകിയില്ല. ഒടുവിൽ സഭാ നടപടികൾ ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സ്പീക്കർ AN ഷംസീർ വികാരധീനനായി കൈകൂപ്പിക്കൊണ്ട് സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി അറിയിച്ചു. സഭയ്ക്ക് പുറത്തും സ്ഥിതിഗതികൾ ഒട്ടും ശാന്തമല്ല. ഇന്നലെ ഈ കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. താൻ ഒറ്റയ്ക്കല്ലെന്നും തന്നെ ചതിച്ചവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇതിനു പിന്നാലെ കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിൽ പോറ്റി വന്ന കാര്യങ്ങൾ അയൽവാസികൾ വരെ സ്ഥിരീകരിച്ചതോടെ വിഷയം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ്. പത്മകുമാറും വാസുവും ഒക്കെ കോടതി കയറി നിൽക്കുമ്പോൾ വലിയ സ്രാവുകൾ ഇനിയും പുറത്തുണ്ടെന്ന് കോടതിയുടെ നിരീക്ഷണവും പ്രതിപക്ഷം സഭയിൽ ആയുധമാക്കി മാറ്റി. ഇനിയുള്ള ദിവസങ്ങളിൽ സഭ സമ്മേളിക്കണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കാനാവാത്ത വിധം ഭരണ പ്രതിപക്ഷ പോര് മുറുകുകയാണ്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഈ സഭാ നടപടികൾ ഇനി അടുത്ത ചൊവ്വാഴ്ചയെ പുനരാരംഭിക്കൂ എന്ന് സ്പീക്കർ അറിയിച്ചതോടെ ഇന്നത്തെ അതിനാടകീയ രംഗങ്ങൾക്ക് താൽക്കാലിക തിരശീല വീണിരിക്കുകയാണ്. നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുമായിരുന്നു. സാർ, ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദേവസ്വം മന്ത്രി, കാരണം 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് അങ്ങയെ അറിയിക്കുന്നു. ഓർഡർ കോളിംഗ് അറ്റൻഷൻ ബഹുമാനപ്പെട്ട പാർലമെന്റ് മിനിസ്റ്റർ. സാർ, പ്രതിപക്ഷത്തിനുള്ള അവകാശമാണ് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ളത്. ആ അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ. അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനില്ല. അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ്. ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് വെള്ളിലേക്ക് ഇറക്കിയിട്ടുള്ളത്, പ്ലക്കാർഡുമായിട്ട് നാടകത്തിന് ഇറക്കിയിട്ടുള്ളത്. ഇത് ഈ നാട് മുഴുവൻ കാണും. ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ റൂൾ 50 പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത്? ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം വിനിയോഗിക്കാൻ തയ്യാറാവാതെ അതിന് ധൈര്യമില്ലാത്ത ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾ വിലയിരുത്തും. സർ, കോളിംഗ് അറ്റൻഷൻ ശ്രീ CK ഹരീന്ദ്രൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി ഉപമന്ത്രി CK ഹരീന്ദ്രൻ, പ്ലീസ്, ഇതൊരു ശരിയല്ല. പ്ലീസ് പ്രതിഷേധിച്ചു, ബാനർ പ്ലീസ്.
ഒരു പ്രശ്നത്തെ ആസ്പദമാക്കിയുള്ള ഒരു പോളിംഗ് അറ്റൻഷനാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് തൊഴിൽ ഉറപ്പില്ലാതെയും തൊഴിലാളികളുടെ അവകാശങ്ങളാകെ കവർന്നെടുത്ത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ദരിദ്രരുടെ ജീവിതമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഗണ്യമായ സ്വാധീനം ഉണ്ടായിരുന്നു. 2005 ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലാണ് ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇത്തരമൊരു നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയത്. ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ കുറഞ്ഞതോടെ തൊഴിലുറപ്പ് പദ്ധതി ദുർബലപ്പെടുത്താൻ നീക്കങ്ങളും ശക്തമായി. രണ്ടാം UPA ഭരണകാലത്ത് തന്നെ പദ്ധതിയിൽ കാർഷിക മേഖലയിലെ ആവർത്തന സ്വഭാവമുള്ള കൃഷിപ്പണികൾ പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തി. നരേന്ദ്രമോദി ഭരണം തുടക്കം മുതൽ പദ്ധതി ദുർബലപ്പെടുത്താനും കോടിക്കണക്കിന് തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനും നടപടികൾ തുടങ്ങി. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ ഈ ചോദ്യം UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഈ ചോദ്യം. അതാണ് ചോദിക്കേണ്ടത്. സാർ ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDFന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കർത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുക. ചർച്ച അവിടെ ഇരിക്കെ ചെയർ ഒരു കാര്യം സംസാരിക്കണ്ട. ചെയർ പറയാ കേൾക്ക് പ്ലീസ്. അവിടെ ഇരിക്ക്. അവിടെ ഇരിക്ക് നിങ്ങൾ അവിടെ ഇരിക്ക്. പ്ലീസ് അവിടെ ഇരിക്ക്. നിങ്ങൾ അവിടെ ഇരിക്ക്. പറയാം. മുഖം മറക്കല്ല അൽദോസ്, മുഖം മറക്കല്ല, ശരിയല്ല. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ചരിത്രത്തിൽ 1 മുതൽ 15 വരെ എടുത്താൽ അതിൽ 15ാമത് പ്ലീസ് ഒരു കാര്യം പറയാ കേൾക്കണം. 1 മുതൽ 15 വരെയുള്ള കേരള നിയമസഭയിൽ 17 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത്. ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറുമാണ്. ഇത് ഒരു തരത്തിലും ഒരു നോട്ടീസ് പോലും നൽകാതെ ഇങ്ങനെ ഫ്ലോർ റെക്കസാക്കുന്ന രീതി ശരിയല്ല. എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിയായ രീതിയല്ല. പ്ലീസ് LOP അങ്ങോട്ടേക്ക് പ്ലീസ് ഒരു നോട്ടീസ് പോലും നൽകാതെ ഫ്ലോർ റെക്കസാക്കുന്ന രീതി ശരിയല്ല. അതേ പറയുന്നുള്ളൂ. ഇതൊരു ഉദാത്തമായ മാതൃകയല്ല. ഇത് പാർലമെന്ററി ഡെമോക്രസിയിൽ പഠിപ്പിക്കേണ്ട മാതൃകയോ അനുകരിക്കേണ്ട മാതൃകയല്ല. അതേ പറയുന്നുള്ളൂ. 17 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത സഭയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഓഫ് സ്റ്റേറ്റ് LOP ഒന്ന് ഇവരെ അങ്ങോട്ട്. നാളത്തെ സഭ കേൾക്ക് മുഖ്യമന്ത്രി എന്തോ പറയാണ്. കേൾക്ക്. സർ CM സംസാരിക്കുന്നത് കേൾക്ക്. സർ പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി തിങ്കളാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. ബഹുമാനപ്പെട്ട CM തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട CM ചൊവ്വാഴ്ച ഒന്ന് മാറ്റി ക്ലാരിഫൈ ചെയ്യണം. ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. അടിയന്തര നന്ദി പ്രമേയത്തിലുമുള്ള ചർച്ച ഇനി ചൊവ്വാഴ്ച തുടരുന്നതാണ്. ഓർഡർ സഭ 2026 ഇന്ന് സഭ ഇപ്പോൾ പിരിയുന്നതും 2026 ജനുവരി 27 വീണ്ടും ചേരുന്നതുമാണ്.